കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് കുറേ മെസ്സേജ് വരുന്നുണ്ട്. പൂക്കി, സ്കിബിഡി, മനുഷ്യൻ മടുത്ത്. എനിക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ പിന്നെയും മെസ്സേജുകൾ വന്നുകൊണ്ടേയിരുന്നു. ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഞാനൊരു റിപ്ലൈയും കൊടുത്തു. നിന്റെ അച്ഛനാണോ പൂക്കി? പക്ഷെ അതിൻ്റെ അർത്ഥം ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് അതൊരു കോംപ്ലിമെൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം അത് തെറിയല്ലായിരുന്നല്ലേ? ഞാൻ ഒട്ടും അപ്ഡേറ്റഡ് അല്ല. അയ്യോ, എനിക്കാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും ആ പഴയ 90s തന്നെ നിൽക്കുവാണ്. കാരണം ഞാൻ ഒട്ടും അപ്ഡേറ്റഡ് അല്ല. ഐ നീഡ് എ ചേഞ്ച്. ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ ജെൻസി ആവാൻ ഒരു തീരുമാനം എടുത്തു. എങ്ങനെയുണ്ടോ ആ തീരുമാനം? ഞാൻ വെറും ഒരു ദിവസം കൊണ്ട് എൻ്റെ അമ്മാവൻ സ്റ്റൈലൊക്കെ വിട്ടിട്ട് ഒരു ജെൻസി ആവാൻ പോവാണ്. അടിച്ചു നിന്റെ ജോലയും പപ്പടാക്കുന്നു. മ്യൂയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ജോലിനൊക്കെ ഡിഫൈൻ ആവാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് മ്യൂയിങ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. മ്യൂയിങ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മുടെ നാക്ക് മേളിലേക്ക് വെക്കണം, എന്നിട്ട് കവിള് രണ്ടും കടിക്കണം. അപ്പം നമ്മളൊരു പ്രത്യേക ഷേപ്പിലേക്ക് വരും. ഇത് സയന്റിഫിക്കലി വളരെ യൂസ്ഫുൾ ആണെന്ന് കുറേ ആർട്ടിക്കിൾസ് കണ്ടു. നമ്മുടെ ബ്രീത്തിങ് ഒക്കെ ഇമ്പ്രൂവ് ആകും. പിന്നെ നമ്മുടെ ഫേഷ്യൽ എനിക്കറിയത്തില്ല എന്താ പറ്റിയെന്ന്, പക്ഷെ ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ജെൻസി ആവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്ഫിറ്റ് മൊത്തത്തിൽ അങ്ങ് മാറ്റുക. ബാഗി പാൻസ്. എനിക്ക് ഈ ബാഗി പാൻസ് കാണുന്ന തന്നെ കലിപ്പാണ്. ഇതൊക്കെ ആരാ ഇടുന്നത്? ഒരുമാതിരി ചാക്ക് പോലത്തെ സാധനമൊക്കെ. അതൊക്കെ നമ്മുടെ പണ്ടത്തെ സ്കിന്നി ഫിറ്റ് ജീൻസ്. ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ആ ജീൻസ് ഇടുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് തീരുമാനിച്ചു ബാഗി പാൻസ് മേടിക്കാന്ന്. ഓക്കെ, ഞാനൊരു പുതിയ തുണിക്കടയിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് ജെൻസി ആവാൻ പോവാണ്. ഒരു 10 വയസ്സ് ഞാൻ കുറയാൻ പോവാ. അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. കാരണം ഇവിടം വരെയുള്ള ടീഷർട്ട്, പിന്നെ ഇങ്ങനെ ചാക്ക് പോലെ കിടക്കുന്ന പാൻറ്, ഇതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഞാൻ ഔട്ട് ഓഫ് കംഫർട്ട് സോൺ ആയി. നോക്കി, സ്കിബിഡി എന്താണെന്നറിയാം? സ്കിബിഡി മാമൻ ഇന്ന് വേറെ ലെവലാകും. അല്ല, പുതിയത് ഇപ്പൊ എല്ലാം ഉണ്ട്. ഓവർ ബാഗി ഉണ്ട്, നോർമൽ ബാഗി ഉണ്ട്. എനിക്ക് ഈ ബാഗി പാൻസ് കാണുന്ന തന്നെ കലിപ്പാണ്. ഇതൊക്കെ ആരാ ഇടുന്നത്? എനിക്ക് എന്നിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഈ ട്രെൻഡ് അറിയത്തില്ല. ഇതാണോ നീ പറഞ്ഞാ? പക്ഷെ ദൈവം അവിടെ വെച്ച് എനിക്കൊരു സ്കിബിഡിയെ കൊണ്ടു തന്നു. ദ റിയൽ ജെൻസി. അവൻ എനിക്കൊരു ഫുൾ സ്ലീവ് ടീഷർട്ടും ഒരു പാൻറ്റും കൊണ്ടു തന്നു. അത് ഇട്ട് എൻ്റെ അമ്പോന്നെ അതൊക്കെ ആരിട്ടോണ്ട് നടക്കുന്നതാണ്. അതൊക്കെ ആരാടാ ഇടുന്നത്? മോനെ, ആ സാധനം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഫ്രീക്ക് 90s അമ്മാവൻ 2K ആയി. പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചു, ഇതാണ് ട്രെൻഡ്, ഇതാണ് ജെൻസി, നീ അമ്മാവനാണ് എന്നൊക്കെ ഞാൻ പറയിപ്പിച്ച് ഞാൻ ആ സാധനം അവസാനം എടുത്തു. കൊണ്ട് ഫ്രീക്കായി. ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതാണ് ബാഗി പാൻറ്. വേറെ ലെവല്. പിള്ളേരൊക്കെ പുറകെ വരും. ഇവിടുത്തെ പിള്ളേരുടെ സ്റ്റൈൽ ഇതൊക്കെയാ. പറ്റുന്നില്ല എനിക്ക്. ഒരെണ്ണം എടുത്ത് വെക്കേ. അതിലോട്ട് വരണം. ഞാനൊക്കെ ഈ അടിച്ചിറക്കിയ പാലിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇടുന്ന വാണ്ടി ഉണ്ട്. ഇത് വേണ്ട, മറ്റേ ബാഗ് തന്നെ എടുക്കേ. ഈ ജെൻസി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ആൾക്കാർ കെയർ ചെയ്യുന്നതോ അവനെന്ത് പറയുന്നതെന്നൊന്നും നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ചെയ്യുന്നു, നമ്മുടെ ഇഷ്ടത്തിന് നടക്കുന്നു. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു അൾട്ടിമേറ്റ് ഫ്രീഡം കിട്ടിയ പോലെ എനിക്കൊരു ഫീൽ ആയിരുന്നു. കാരണം ആൾക്കാരെന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ മൈൻഡ് ചെയ്തില്ല. സ്കിബിഡി എന്താണെന്നറിയോ? ചുമ്മാ പറയല്ലേ, അത് പോയെന്നാ തോന്നുന്നു. ഇനി ഞങ്ങൾ ജെൻസി ഫോട്ടോഷൂട്ട് നടത്താൻ പോവാണ്. ശരി, നീ ഇത് പിടിക്കും. നീ എന്താ വായി മനസ്സിക്കോ? ഇപ്പൊ നീയാടാ അമ്മാവൻ. നോക്ക്, അവൻ്റെ നോക്ക്, സ്കിന്നി ഫിറ്റ് നോക്ക്. അയ്യേ, ഇതെന്താണത്? എന്തിനാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്?
ഞാൻ മര്യാദയ്ക്ക് വീട്ടിൽ ഓക്കെ ചിരിക്കല്ലേ. ഈ ബസ്സിലൊക്കെ പോകുന്നവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു, ഇതെന്തോ കാണിച്ചു വെച്ചേക്കുന്ന ചോദിച്ചോണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. അതാണ് ജെൻസി. ഓട്ടിക്കൊണ്ട് അനങ്ങണം. എന്നാ ഒന്നുകൂടെ ലാസ്റ്റ് വൺ. ഞങ്ങൾ കടയിൽ വന്നപ്പോ ഒരു സ്കിബിഡിയെ കിട്ടി. പിന്നെ പറ്റി ഇതെന്നെ പറ്റി? ഷോ ഇതിനെന്നാ പറ്റി ഇങ്ങനെ? ഇത്രയൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്നാ പറ്റി? ഇത് ഞാൻ ജെൻസി വീഡിയോ എടുക്കുക തന്നെ. ജെൻസി മോഡലിലേക്ക് മാറി ഞാൻ. ജെൻസി എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ പുതിയ പിള്ളേരെ പോലെ പുതിയ പിള്ളേരെ പോലെ ആവുക. നാണയല്ലേ? 10-27 ആവുമല്ലേ? സ്കിബിഡി ഒഹായോ നെഗറ്റീവ്, സ്കിബിഡി റിസ് പോസിറ്റീവ്. ഓക്കെ. കിക്കി എന്നാ പറയും. കിക്കി. ആ ഇക്കിക്ക് അറിയത്തില്ലേ? ചിരിക്കുന്നതിനാണോ? ഇക്കിക്ക് അറിയത്തില്ല. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ഇക്കിക്ക് എന്താണ്. കാരണം എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം റീലിന്റെ ക്യാപ്ഷനും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ ക്യാപ്ഷനൊക്കെ ഇതാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇഫ് യു നോ യു നോ ആണെന്ന്. ഇതുപോലെ എനിക്ക് മനസ്സിലാവാത്ത കുറെ ഭാഷകളുണ്ട്. അതാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തേതാണ് സ്കിബിഡി. ഈ സ്കിബിഡി എന്താന്ന് വെച്ചാൽ ഒരു ടോയ്ലറ്റിനകത്തു നിന്ന് ഒരു മനുഷ്യന്റെ തല ഇങ്ങനെ പൊങ്ങി വരും. അതാണ് സ്കിബിഡി ടോയ്ലറ്റ്. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരാളെ പോസിറ്റീവായിട്ട് വിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്കിബിഡിയുടെ അറ്റത്ത് റിസ് ചേർത്താൽ അതൊരു പോസിറ്റീവ് വിഷായിട്ട് മാറും. ഇനി അതല്ല, ഒരാൾ കടന്നു വരുമ്പോഴേക്കും നിങ്ങൾക്ക് കളിയാക്കണം, അയ്യേ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ സ്കിബിഡിയുടെ അറ്റത്ത് ഒഹായോ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് വിഷായിരിക്കും. സ്കിബിഡിയോ ഒഹായോ നിനക്ക് പണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. Oh yeah, my childhood was like a Netflix series full of trauma. അതായിരിക്കും ഓടെ കിടന്നതെന്നാണ്. എന്തിന്? ഓടെ കിടന്നില്ലേ ബൈക്കെന്ന്? അത് രണ്ടാമത്തെ ട്രോമ. അത് ഞാൻ പറയാവേ. Except it never got renewed. ചിരിക്ക്. ഇതാണ് പിള്ളേരുടെ പുതിയ ഭാഷ. ആണോ? എന്നെ കൂടെ പഠിപ്പിക്കുന്ന ഞാനും കൂടെ തുടങ്ങും. ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് മാറ്റി, എൻ്റെ മുടി വെട്ടി, ഒരു ജെൻസി ആവാൻ പറ്റുന്ന എല്ലാം ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മളൊക്കെ ഒരു ട്രാപ്പിലാണ്. ട്രെൻഡൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, നമ്മളത് ഫോളോ ചെയ്യരുത്. അതൊക്കെ വൻ മണ്ടത്തരമാണ്. ട്രെൻഡൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, നമ്മളത് ഫോളോ ചെയ്യരുത്. അങ്ങനെ അവസാനം എൻ്റെ അമ്മ വരെ ജെൻസിയായി. 2 വയസ്സുള്ള കൊച്ചു ഇതിലും മെച്ചൂറായിട്ടാണ് കേട്ടോ അവിടെ. എന്നാ പറഞ്ഞിട്ട് എത്ര വയസ്സായി? 13. എത്ര വയസ്സായി ശരി? അതെ 54. മാറ്റമില്ല എന്നിട്ട്. എങ്ങനെയുണ്ട് എന്റെ ഔട്ട്ഫിറ്റ്? സ്കിബിഡി റിസ്, അമ്മ സ്കിബിഡി ഒഹായോ, ഇത് ബൂമർ. പകുതി തുണിയെടുത്ത് ബ്ലൗസ് അടിച്ചു. പകുതി തുണിയെടുത്ത് അമ്മ ബ്ലൗസ് അടിച്ചു. ഇടയ്ക്ക് ഇല്ലായിരുന്നല്ലോ, പിന്നെ ആയോ? നേരത്തെ ഇങ്ങനെ ചുരുക്ക് വെച്ചതായിരുന്നു. ചുരുക്ക് വെച്ച് ഇവിടെ ഇങ്ങനെ ചുരുക്ക്. എന്താ 6 പാക്ക് ആണ്.